അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി കൂടി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 kg ചെമ്മീനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റൗ ഒന്നും ഓൺ ചെയ്യരുത്. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 3 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി ചതച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഉലുവ ജീരകം പൊടിച്ചത് വറുത്ത് പൊടിച്ചതാണ്, അത് 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഈ ചെമ്മീനൊന്ന് ചെറുതായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 മുറി തേങ്ങ ചെറുതായി ചിരവി എടുത്തത് അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു റെസിപ്പിയിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെയാണ്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചെമ്മീനിൽ ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മളുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലുള്ള ആ തേങ്ങയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഒരു സ്വാദാണ്, ഭയങ്കര ഒരു ടേസ്റ്റാണത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു ലേറ്റർ.